സാംസ്കാരിക നഗരിയായ തൃശൂരിലെ ഒരുപാട് പരിപാടികൾക്ക് വേദിയാകാറുള്ള അരണാട്ടുകര ടാഗോർ സെന്റിനറി ഹാൾ മോടിയാക്കൽ അനന്തമായി നീളുന്നു. ഇതോടെ സാംസ്കാരിക പരിപാടികൾ മാത്രമല്ല, വിവാഹം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് പോലും ഹാൾ ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 5 വർഷം മുൻപ് തുടങ്ങിയ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോഴും ഇഴഞ്ഞാണ് നീങ്ങുന്നത്. നാളെ നീളനീളെ എന്നതുപോലെ ഇഴഞ്ഞു നീങ്ങുകയാണ് തൃശൂർ നഗരത്തിൽ ഒരു നിർമ്മാണ പ്രവൃത്തി. സാംസ്കാരിക നഗരിയിലെ പരിപാടികൾക്ക് മുഖ്യ ഇടമാകേണ്ട ടാഗോർ സെന്റിനറി ഹാളിന്റെ നിർമ്മാണമാണ് എങ്ങുമെത്താതെ നീളുന്നത്. 37 കോടി രൂപ ചിലവിൽ കോർപ്പറേഷൻ പുതുക്കിപ്പണിയുന്ന ടാഗോർ സെന്റിനറി ഹാളിൽ പണികൾ തുടങ്ങിയിട്ട് 5 വർഷമായി. പണി പൂർത്തിയാകാൻ ഇനിയുമേറെ നാൾ വേണ്ടിവരും. നിർമ്മാണം നീളുന്നതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. 1-ാം ഘട്ടത്തിൽ താഴത്തെ നില ഓഡിറ്റോറിയം, മിനി ഓഡിറ്റോറിയം, മേൽക്കൂര, ടാങ്ക്, പാർക്കിംഗ് എന്നിങ്ങനെ പണികളാണ് പൂർത്തിയായിട്ടുള്ളത്. ഇതിനായി 22 കോടി രൂപ ഇതുവരെ ചിലവിട്ടു. ഇനിയും ധാരാളം പണികൾ പൂർത്തീകരിക്കാനുണ്ട്. 2-ാം ഘട്ടം പൂർത്തിയാകാൻ 15 കോടി രൂപ കൂടി ആവശ്യമാണ്. ഇന്റീരിയർ, ഇലക്ട്രിക്കൽ, ഫയർ തുടങ്ങിയ പണികളാണ് ഇനി പൂർത്തിയാകാനുള്ളത്. അവസാന ഘട്ടത്തിന് സാങ്കേതിക അനുമതി കിട്ടിയത് പ്രകാരം ടെൻഡർ പൂർത്തിയായെന്നും തിരുവനന്തപുരത്ത് ചീഫ് എഞ്ചിനീയറുടെ കൈവശമാണ് ഫയലുകളെന്നും കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. എല്ലാ പണികളും ഒരുമിച്ച് ഏറ്റെടുക്കുന്ന കരാറുകാരെ ലഭിക്കാത്തതിനാൽ ഓരോന്നിനും ഓരോ ടെൻഡറുകളാണ് ആവശ്യമായി വരുന്നത്. അതിനാലാണ് വ്യത്യസ്ത ടെൻഡറുകൾ വിളിക്കേണ്ടി വരുന്നതെന്നും കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. ഇതുവരെ 4 ടെൻഡറുകളാണ് വന്നിട്ടുള്ളത്. കോവിഡ് കാരണം 2 വർഷം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നതിനാലാണ് പണി പൂർത്തിയാകാൻ വൈകുന്നതെന്നാണ് ഇവരുടെ വാദം. സാംസ്കാരിക പരിപാടികൾക്ക് മാത്രമല്ല, ചൂടേറിയ രാഷ്ട്രീയ സംവാദങ്ങൾക്കും വേദിയായ ഇടമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഇത് വീണ്ടെടുക്കേണ്ടതുണ്ട്. പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവൃത്തിയാണ് ഇവിടെ ഇഴഞ്ഞു നീങ്ങുന്നത്. അത് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഭരണകർത്താക്കൾക്കാണ്. അത് മറക്കരുത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ.